ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കേക്കിൻ്റെ ഡിസൈനിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് നല്ല ഭംഗിയിലൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ ഈ കേക്ക് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. 8 ഇഞ്ച് കേക്ക് ടിന്നിൽ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ. ഇതൊരു ഗേള് തീമിൽ ചെയ്തിട്ടുള്ള ഒരു കേക്കാണ്. അതായത് ഒരു ബേബി ഗേളിൻ്റെ ഒരു ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു ഈ കേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ കേക്ക് ഞാൻ 2 കളറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ഭാഗം പിങ്കും മുകളിൽ വൈറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ കൂടി ഗോൾഡൻ ഡസ്റ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത് ഫോട്ടോ പ്രിൻ്റാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫോട്ടോ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് കേക്ക് കാണാൻ നല്ല ഭംഗിയാണ്. എന്നാൽ അത്ര ചിലവില്ല കേട്ടോ ചെയ്യാൻ. ഞാനിപ്പോൾ ഒരു A3 സൈസ് ഷീറ്റിൽ ചെയ്തിട്ട് എനിക്ക് ആകെ വന്നിട്ടുള്ളത് 30 രൂപ കേട്ടോ. A3 സൈസ് ഷീറ്റിൽ ഞാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള, അതായത് അതിൽ കൊള്ളുന്ന എല്ലാ ഫോട്ടോ ഞാൻ ബട്ടർഫ്ലൈൻ്റെ അതേപോലെ ഈ ഡോള് അങ്ങനെ പലതും ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ. അതുപോലെ എനിക്ക് ജംഗിൾ തീമിന് കുറച്ച് അനിമൽസിൻ്റെ പിക്സ് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും ലാഭമായിട്ടുള്ളൊരിതാണ് ഈ ഫോട്ടോ പ്രിൻ്റ്. എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേക്ക്. പിന്നെ ഞാൻ കേക്കിൽ കുറച്ച് ലീഫും ഗോൾഡൻ ലീഫും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസുകൾ സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് 1 kg ടോൾ കേക്കാണ് കേട്ടോ. ഒരു ആനിവേഴ്സറി കേക്കാണ്. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആട്ടോ ചെയ്തിട്ടുള്ളത്. 6 ഇഞ്ച് പാനിൽ 2 വട്ടമായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. 6 ലെയേഴ്സ് ഉണ്ട്. ഇത് 3 കളറായിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. ഏറ്റവും അടിയിൽ ഡാർക്ക് ഒരു ബ്ലാക്ക്, പിന്നെ ഒരു ഗ്രേ, പിന്നെ വൈറ്റ്, അങ്ങനെ 3 കളറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഞാൻ ഗോൾഡൻ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ഗോൾഡൻ ലീഫ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗോൾഡ് ഷുഗർ ബോൾസ് വലുതും ചെറുതായിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ആനിവേഴ്സറിൻ്റെ സ്റ്റിക്കും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഈ ബ്ലാക്കിലെ ഭാഗത്ത് ഞാൻ വൈറ്റ് ഷുഗർ ബോൾസ് ആട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത കേക്ക് വന്നിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഞാൻ ചെയ്തതിൽ ഇപ്പോൾ ഏറ്റവും എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു കേക്കാട്ടത്. ജംഗിൾ തീമിൽ ഞാൻ ആദ്യമായിട്ടാണ് ജംഗിൾ തീമിൽ ഒരു കേക്ക് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഫോട്ടോ പ്രിൻ്റ് തന്നെയാണ് ഇതിലും ചെയ്തിട്ടുള്ളത്. നമ്മളെ കേക്കിൻ്റെ ലുക്ക് തന്നെയാണ് മാറ്റി തന്നു ഈ ഫോട്ടോ പ്രിൻ്റാണ് വെച്ചപ്പോൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഫോട്ടോ പ്രിൻ്റ് കേക്കാണ് അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ കുറേ ഫോണ്ടൻറ്റും അതുപോലെ നോസിൽ വർക്കൊക്കെ ചെയ്യണില്ല. ഫോണ്ടൻറ്റുമ്പോൾ എത്രയും ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. പക്ഷേ ഇങ്ങനെ ഫോട്ടോ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. വളരെ പെട്ടെന്ന് തന്നെ കേക്ക് കാണാൻ നല്ല ലുക്കും ഉണ്ടാവും, നമുക്ക് അത്ര പണി വരില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് അനിമൽസിൻ്റെ പിക്കൊക്കെ ഗൂഗിളിൽ നിന്നാട്ടോ ഡൗൺലോഡ് ആക്കിയിട്ട് ഫോട്ടോ പ്രിൻ്റ് എടുത്തത്. അതേപോലെ കുറച്ച് ലീവ്സും ഒക്കെ ഡൗൺലോഡാക്കി പ്രിൻ്റ് എടുത്തതാണ്. നമ്മളിതിനെ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. നല്ല വൃത്തിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൽ കട്ട് ചെയ്യലാണ് ഒരു ഇതായിട്ട് തോന്നുന്നത്. എന്നാലും അതിനോടൊരു ഇഷ്ടമുള്ളവർക്ക് കട്ട് ചെയ്യാനൊന്നും വലിയ പ്രയാസം തോന്നില്ല. അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക് എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോ പ്രിൻ്റ് കേക്കുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത കേക്ക് വന്നിട്ടുള്ളതും ഒരു ആനിവേഴ്സറി കേക്കാണ്. 1/2 kg ആട്ടോ ചെയ്തിട്ടുള്ളത്. 1/2 kgയിൽ വൈറ്റ് ഫോറസ്റ്റാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ഡെക്കറേഷനാണ്. ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗോൾഡൻ ലീഫ് ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗോൾഡൻ ബോൾസുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഡസ്റ്റ് ഞാൻ ഡ്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിതിൽ ഡ്രിപ്പ് കൊടുത്തത് എൻ്റെ അടുത്ത് ഡസ്റ്റ് പൗഡറായിരുന്നു. പൗഡറും ഇവാവോറിക്സും കൂടി മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് 1.5 kg ടോൾ കേക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 1.5 kg ആണ്. 3 വട്ട 1/2 kgൻ്റെ 6 ഇഞ്ചിൻ്റെ പാനിൽ 3 വട്ടമായിട്ട് ബേക്ക് ചെയ്തെടുത്തതാണ്. എന്നിട്ട് അത് 6 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തു. കുറച്ച് കട്ടിയിൽ തന്നെ കേട്ടോ കട്ട് ചെയ്തെടുത്തത്. അതായത് 1/2 kg 2ആയിട്ടാട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊരു ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ ഒരു കേക്കായിരുന്നു കേട്ടോ. ബോയ് തീമിൽ ചെയ്തതാണ്. ബർത്ത്ഡേ ബോയ് ആയിരുന്നു. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ ഒരു കേക്കാണ് കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കുറച്ച് ബോൾസുകൾ വെച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടെഡീനെ വെച്ചെടുത്തിട്ടുണ്ട്. ടെഡി ഞാൻ ഫോണ്ടൻറ്റിൽ ചെയ്തെടുത്ത് തന്നെ കേട്ടോ. ഇതിൻ്റെ സൈഡിലും കുറച്ച് ബോൾസുകൾ വെച്ചെടുത്തിട്ടുണ്ട്. 1ൻ്റെ സ്റ്റിക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്ക് വെച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ക്ലൗഡ്സും സ്റ്റാർസും ഒക്കെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് സ്റ്റാർസ് ഞാൻ ഗോൾഡൻ ഡസ്റ്റിൽ കളർ ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് 3 കളറായിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. അടിയിൽ ഡാർക്ക് ബ്ലൂ, പിന്നെ ഒരു സ്കൈ ബ്ലൂ പോലത്തെ, പിന്നെ വൈറ്റ്, അങ്ങനെ കേട്ടോ കളറ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ബർത്ത്ഡേ ബോയിൻ്റെ കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.